ഇല്ല. എന്ത് സ്വപ്നം കണ്ടാലും എടീ ഞാൻ ഇന്നലെ അങ്ങനെ കണ്ടു, എടാ ഞാൻ ഇന്നലെ ഇങ്ങനെ സ്വപ്നം കണ്ടു. കണ്ട സ്വപ്നങ്ങൾ എല്ലാം പറയുന്ന രീതി ശരിയാണോ? അല്ല. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ തന്നെ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, സ്വപ്നം എന്നത് വലിയൊരു അനുഗ്രഹമാണ്. അത് നല്ലതാണെങ്കിൽ, അത് നല്ലതാണെങ്കിൽ. പക്ഷെ നല്ല സ്വപ്നം കാണണമെങ്കിൽ നമ്മുടെ ഉറക്ക് നല്ല നിലയിലായി കിട്ടണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഉറക്ക് നല്ല നിലയിലല്ലെങ്കിൽ സ്വപ്നം നല്ല നിലയിൽ ആവില്ല. അതാണല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സ്വപ്നവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒരു ഹദീസിൽ പറയുന്നത് സ്വപ്നം എന്നത് സ്വപ്നം എന്നത് നുബുവത്തിന്റെ വഹിയിന്റെ 49 ശാഖകളിൽ ഒരു ശാഖയാണ്. നുബുവത്ത് എന്നത് നബിക്ക് അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. ആ നുബുവത്തിന്റെ അനന്തരഫലമായി ലഭിക്കുന്നതാണ് വഹിയ്. ആ വഹിയിന്റെ 49 ശാഖകളിൽ ഒരു ശാഖയാണ് സ്വപ്നം. മറ്റൊരു ഹദീസോ സ്വപ്നം എന്നത് നുബുവത്തിന്റെ 50 ശാഖകളിൽ ഒരു ശാഖയാണ്. മറ്റൊരു ഹദീസ് സ്വപ്നം എന്നത് നുബുവത്തിന്റെ 26 ശാഖകളിൽ ഒരു ശാഖ. വേറെ ഹദീസിൽ പറയുന്നത് 70 ശാഖകളിൽ ഒരു ശാഖ. എന്തെങ്ങനെയൊക്കെ വന്നത്? ചില സഹാബിമാര് കേൾക്കണേ, ഈ സമയത്ത് സ്വപ്നം കാണല്ലേ, പറയുന്നൊന്ന് കേൾക്കി. ഈ സമയത്ത് സ്വപ്നം കാണല്ലേ, പറയുന്ന ശരിക്കും കൽബിലേക്ക് കയറ്റി. ചില സഹാബിമാര് വന്നിട്ട് നബിയോട്, മുത്തുനബിയെ ഇന്നലെ എങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന് പറയും. അപ്പൊ റസൂലുള്ളാഹി പറയും, ആ സ്വപ്നം നുബുവത്തിന്റെ 26 ശാഖകളിൽ ഒരു ശാഖയാണ്. മറ്റു ചില സഹാബികൾ പറയും, നബിയെ ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. അപ്പൊ റസൂലുള്ളാഹി പറയും, ആ സ്വപ്നം നുബുവത്തിന്റെ വഹിയിന്റെ 70 ശാഖകളിൽ ഒരു ശാഖയാണ്. അതായത് കാണുന്ന ആൾക്കനുസരിച്ചും അന്നത്തെ രാത്രിയിൽ അയാളുടെ ഉറക്ക് ഏത് തോതിലായിരുന്നു എന്നതിനനുസരിച്ചും അതിന്റെ ക്വാളിറ്റി കൂടുകയും കുറയുകയും ചെയ്യും. നമ്മൾ നന്നായി ഒളൂക്കെടുത്ത് ഒരു തൗബയൊക്കെ ചെയ്ത് സൂറത്തുൽ ഫാത്തിഹയും ഇഖ്ലാസ് മുഅവ്വിദതൈനിയും ആയത്തുൽ കുർസിയും സൂറത്തുൽ കാഫിറൂനയും ആമന റസൂലും 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ, പിന്നൊരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹും പിന്നെ ബിസ്മിക റബ്ബി വളഅതു ജംബി അതായിട്ട് ചൊല്ലി കിടന്നു. കിടന്നതിന് ശേഷം വലത് കവിളിൽ വെച്ചുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹതു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വൽജഅതു ലഹരി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജാ വലാ മൻജാ ഇല്ലാ ഇലൈക ആമൻതു ബികിതാബികല്ലദീ അൻസൽത ഇത് ചൊല്ലിയിട്ടാണ് ഒരാൾ ഉറങ്ങുന്നതെങ്കിൽ അന്നയാൾ കാണുന്ന സ്വപ്നം പക്ക വഹീനോട് യോജിച്ചിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതിന്റെ ക്വാളിറ്റി കൂടും. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാ, കാണുന്ന സ്വപ്നങ്ങളൊക്കെ കാണുന്നവരോടൊക്കെ പറയുന്ന രീതി ശരിയല്ല. പറയാൻ പറ്റിയ സ്വപ്നമുണ്ട്, പറയാൻ പറ്റിയ തന്നെ എല്ലാരോടും പറയാനും പറ്റൂല. നമ്മളിപ്പോ ഒരു സ്വപ്നം കാണാൻ, എന്താ സ്വപ്നം? നമ്മളുടെ മൂത്ത മകൻ പണിയൊന്നുമില്ലാതെ ഇവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. പടച്ചോനെ ഓന് നല്ലൊരു ജോലിയായി കിട്ടണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ആ ആഗ്രഹമൊക്കെ മനസ്സിൽ വെച്ച് അതിനു വേണ്ടി ദുആയൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ കിടന്നു ഉറങ്ങി. എന്താ സ്വപ്നം കാണുന്നത്? അവന് നല്ല ഒരു ജോലി വിദേശത്ത് കിട്ടി. ഒരു 3-4 ലക്ഷം രൂപ മാസത്തിൽ അവന് കിട്ടും. നല്ല കമ്പനിയിലാണ്, നല്ല റാഹത്തിലാണ്. മാത്രല്ല ഒരു 6 മാസം കൂടി കഴിഞ്ഞാൽ അവന്റെ പോസ്റ്റ് ഇനിയും കൂടും, വലിയ ലെവലിൽ അവനെത്തും. ലക്ഷങ്ങൾ മാസാമാസം അവന് വരുമാനമായി ലഭിക്കും. ആ ഒരു സന്തോഷ വാർത്തയും കിട്ടി. ഇതിപ്പോ സ്വാഭാവികമായും മക്കളോട് സ്നേഹമുള്ള പാപ്പയെ സംബന്ധിച്ച്, ഉമ്മയെ സംബന്ധിച്ച് ഒരു സന്തോഷത്തിന്റെ സ്വപ്നല്ലേ അല്ലേ? അങ്ങനെ ഒരു സ്വപ്നം കണ്ടാൽ അതെല്ലാരോടും പറയാൻ പറ്റുമോ? പറ്റൂല. നമ്മളോട് ഉള്ളറിഞ്ഞ സ്നേഹമുള്ളവർ, അത്തരക്കാരോട് മാത്രമേ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ
പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അസൂയാലുക്കൾ ഉണ്ടാകും. ഏതൊരു നിഅമത്തിനും അസൂയാലുക്കൾ ഉണ്ടാകുമ്പോൾ പലതരത്തിലുള്ള പരാജയം ഉണ്ടാവാൻ കാരണമുണ്ട്. റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അലൈക്കും ബികിസ്മാനിൻ നിഅമാ, എല്ലാ നിഅമത്തുകളും നിങ്ങൾ അങ്ങനെ പ്രകടിപ്പിച്ച് നടക്കരുത്. ഫഇന്ന ലികുല്ലി നിഅമത്തിൻ ഹസൂദ്, എല്ലാ നിഅമത്തിനും അസൂയാലുക്കൾ ഉണ്ടാകും. എല്ലാ നിഅമത്തും എല്ലാവരോടും കുട്ടിപ്പാടി നടക്കരുത്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾക്ക് എന്ത്, ആരോട്, എങ്ങനെ, എപ്പ പറയണം എന്ന ബോധമൊന്നും ഉണ്ടാവില്ല. ഇനി പറയുകയാണെങ്കിൽ തന്നെ നല്ല സ്വപ്നങ്ങളല്ലാതെ ഒരിക്കലും പറയാനേ പാടില്ല. നമ്മളൊരു വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന സ്വപ്നം കണ്ടു, അല്ലെ കുടുംബത്തിൽ ഒരാൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന സ്വപ്നം കണ്ടു, ഒരപകടത്തിൽപ്പെട്ട മരിക്കുന്ന സ്വപ്നം കണ്ടു, അല്ലെ അപകടത്തിൽപ്പെട്ട് കൈകാലുകൾക്കൊക്കെ പരിക്ക് പറ്റിയ സ്വപ്നം കണ്ടു. ഇതെല്ലാവരോടും പറയാൻ പറ്റുമോ? പറ്റൂല. നിങ്ങൾ ശ്രദ്ധിക്കുക, അള്ളാന്റെ ഹബീബ് പറഞ്ഞത് എന്താ? അർറുഇയൽ ഹസനതു മിനല്ലാഹ്. ശ്രദ്ധിക്കുക, മുത്ത് റസൂല് പറയാൻ, അർറുഇയൽ ഹസനതു മിനല്ലാഹ്, നല്ല സ്വപ്നം അത് അല്ലാഹുവിൽ നിന്നുള്ളൊരു ഔദാര്യാണ്. അല്ലാഹുവിൽ നിന്ന് ഉള്ളൊരു ഔദാര്യാണ്. ഫഇദാ റആ അഹദുകും മാ യുഹിബ്ബു, നിങ്ങളിൽ ഒരാൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ, ഫലാ യുഹദ്ദിസ് ബിഹി ഇല്ലാ മൻ യുഹിബ്ബു, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരോടല്ലാതെ ആ സ്വപ്നം നിങ്ങൾ പറഞ്ഞു പോകരുത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നല്ല സ്വപ്നം കണ്ടാൽ നമ്മൾ ഇഷ്ടപ്പെടുന്നവരോടല്ലാതെ പറയാനേ പാടില്ല. ഇനി നല്ല സ്വപ്നം എന്ന് മാത്രല്ല, മനുഷ്യന്മാരെ, നമ്മളിവിടെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും രോഗങ്ങളെ കൊണ്ട് പരീക്ഷണം ഉണ്ടാവും. സാമൂഹ്യപരമായ പരീക്ഷണങ്ങൾ ഉണ്ടാവും, സാമ്പത്തികമായ പരീക്ഷണങ്ങൾ ഉണ്ടാവും, കുടുംബത്തിൽ നിന്നുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും, പല ജാതി പരീക്ഷണങ്ങൾ വേട്ടയാടും. ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോ കണ്ണ് കാണുന്നവരൊക്കെ എന്ത് ചെയ്യും? അതങ്ങനെ പറയും. ഇവരുടെ വിചാരം ഇതിങ്ങനെ കുറെ ആളോട് പറഞ്ഞാൽ അവരൊക്കെ കൂടെ കൂടി ആശ്വസിപ്പിക്കും, എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ അവരിൽ നിന്ന് കിട്ടും. സത്യത്തിൽ അങ്ങനല്ല ഉണ്ടാവുക. നമ്മൾ ഈ ദുഃഖങ്ങൾ, രോഗങ്ങൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ടിട്ട് സങ്കടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ സന്തോഷിക്കും. ഉള്ളോണ്ട് ഓനത് വേണം, ഓക്കത് വേണം, എന്തായിരുന്നു നകളിപ്പ്, എന്തൊരു അഹങ്കാരായിരുന്നു, അങ്ങനെ തന്നെ വേണം. നമ്മളെ കാണുമ്പോ പഠിച്ചോനെ അങ്ങനെയാണോ, എന്താ ഇനിയിപ്പോ ചെയ്യാന്നൊക്കെ പറഞ്ഞാലും അത് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ സങ്കടങ്ങൾ മനസ്സ് തുറന്ന് ആരോട് പറയാം? അള്ളാനോട് പറയാം. അപ്പൊ എപ്പോഴും അസൂയാലുക്കൾ ഉണ്ടാവാം എന്ന നിലയിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വലിയ പരീക്ഷണങ്ങൾ വന്നു. അതിന്റെ ഒക്കെ പിന്നിൽ അസൂയായിരുന്നു, തന്റെ സഹോദരന്മാർക്കുണ്ടായ അസൂയ. അതുകൊണ്ടാണ് പൊന്നുമോനെ, ഈ കണ്ട സ്വപ്നം ഒരിക്കലും നിന്റെ സഹോദരന്മാരോട് പറയരുത് എന്ന് ബാപ്പ ഉപദേശിക്കുന്നത്. സ്വപ്നത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. നിങ്ങൾ കാണുന്ന നല്ല നല്ല സ്വപ്നങ്ങൾ ഇഷ്ടപ്പെടുന്നവരോടല്ലാതെ പറഞ്ഞു പോകരുത്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇഷ്ടം വേണം. നിങ്ങൾക്ക് അങ്ങോട്ട് ഇഷ്ടമുണ്ടായാൽ മാത്രം പോരാ, തിരിച്ച് നിങ്ങളെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നു എന്ന ബോധ്യവും നിങ്ങൾക്കുണ്ടാവണം. അത് ചതിയാകാൻ പാടില്ല, അത് വഞ്ചനയാകാൻ പാടില്ല. ഒരു പക്ഷേ നമ്മളോട് ചിരിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്നവർ ഉള്ളിൽ എന്തായിരിക്കാം? വെറുപ്പായിരിക്കാം, പകയായിരിക്കാം, ചതിക്കണമെന്ന ലക്ഷ്യമായിരിക്കാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടങ്ങനെ ഉറപ്പുള്ളവരോട് മാത്രമേ നിങ്ങൾ സ്വകാര്യങ്ങൾ പറയാവൂ, സ്വപ്നങ്ങൾ പറയാവൂ. ഇനി വെറുക്കപ്പെടുന്ന സ്വപ്നം ഒരാൾ കണ്ടാൽ എന്താ ചെയ്യേണ്ടത്? ഒരു മോശപ്പെട്ട ഒരു സ്വപ്നം കണ്ടു,
എപ്പോഴാണോ ആ സ്വപ്നം കണ്ട് ഉണരുന്നത്, ഉടനെ അള്ളാഹുവേ, ആ സ്വപ്നത്തിന്റെ ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് കാവൽ തേടണം. എന്നിട്ട് ഹബീബ് പറയുന്നുണ്ട്, അയാൾ ഉണർന്നു നോക്കുമ്പോൾ ഏത് ഭാഗത്തേക്കാണോ കിടന്നിരിക്കുന്നത് ആ ഭാഗത്തേക്ക് ഉമിനീര് തെറിക്കാതെ ഒരു 3 തുപ്പ്. മുത്ത് റസൂല് പറയാൻ, നിങ്ങളാകെ ഭയപ്പെടുത്തുന്ന, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, വെറുപ്പുളവാക്കുന്ന ഒരു സ്വപ്നം നിങ്ങൾ കണ്ടാൽ ഉടനെ അള്ളാഹുവിനോട് അതിന്റെ ഷർറിൽ നിന്ന് കാവൽ ചോദിക്കണം. എന്നിട്ടൊരു 3 തുപ്പ് നിങ്ങൾ തുപ്പണം. ഒരാളോടും അത് പറയാനും പാടില്ല. എന്നാൽ അതുകൊണ്ടൊരു ഷർറും അവന് വരുന്നതല്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു എല്ലാ ഷർറുകളെ തൊട്ട് നമ്മളെ കാക്കട്ടെ. ഇനി ശ്രദ്ധിക്കുക, ഒന്നും കൂടിയൊക്കെ അസ്വസ്ഥത കൂട്ടുന്ന സ്വപ്ന കണ്ടതെങ്കിൽ നമ്മൾ ഉണർന്നു നോക്കുമ്പോ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞാണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. സാധാരണ കിടത്തത്തിൽ സുന്നത്ത് ഏത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കല? വലതുഭാഗത്തേക്കാണ്. പക്ഷെ നമ്മളെ മനസ്സിന് റാഹത്തില്ലാത്ത ഒരു സ്വപ്നം കണ്ട് നമ്മൾ നെട്ടി ഉണർന്നു നോക്കുമ്പോൾ വലതുഭാഗത്തേക്കാണ് നമ്മൾ ചെരിഞ്ഞു കിടന്നതെങ്കിലും ഒന്ന് ഭാഗം മാറി തിരിഞ്ഞു കിടക്കണം. അതാ സ്വപ്നത്തിന്റെ ഷർറിൽ നിന്ന് രക്ഷയ്ക്ക് നല്ലതാണെന്ന് മുഹമ്മദ് മുസ്തഫ. അൻജാബിരിൻ റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇദാ റആ അഹദുകും റുഇയൻ യക്റഹുഹാ, നിങ്ങളിൽ ഒരാൾ വെറുക്കുന്ന ഒരു സ്വപ്നം കണ്ടാൽ فليبصق عن يساره ثلاثا فليتعوذ بالله من الشيطان ثلاثا فليتحول عن جنبه الذي كان عليه. ശ്രദ്ധിക്കുക, വെറുക്കുന്ന ഒരു സ്വപ്നം കണ്ടാൽ ഇടതു ഭാഗത്തേക്ക് ഒരു 3 തുപ്പ് തുപ്പുക. അത് ഉമിനീര് തെറിക്കുന്ന രൂപത്തോ അടുത്ത ആളുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിലേക്കാകുന്ന രൂപത്തിലോ പാടില്ല. അല്ലാതെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു വെറുപ്പ് നമ്മൾ പ്രകടിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു തുപ്പ്. എന്നിട്ടോ 3 തവണ ശൈത്വാനിൽ നിന്ന് കാവൽ ചോദിക്കണം. അത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം അങ്ങനെയും ചോദിക്കാം. ഏറ്റവും നല്ലത് അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ഗളബിഹി വഇഖാബിഹി വശർരി ഇബാദിഹി വമിൻ ശർരി ഹമദാത്തിശ് ശയാത്വീനി വയഹ്ളുറൂൻ. ഇതാണ് പൈശാചിക ശുറൂറിൽ നിന്ന് കാവൽ ചോദിക്കാൻ എപ്പോഴും ഏറ്റവും നല്ല ദിക്ർ. ഉറക്കത്തിലൊക്കെ ഞെട്ടിച്ചാടുന്നോലില്ലേ? ഇല്ലേ? ഇന്ന് പിന്നോട് തോരക്കാൻ പറഞ്ഞല്ലോ, കുട്ടിയുടെ കാര്യത്തിൽ ഉറക്കത്തിലാണ്ട് ഞെട്ടിച്ചാടുക, വല്ലാതെ വയർത്ത് ഞെട്ടിച്ചാടിയിട്ട് കുട്ടി കരയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഡോക്ടറെ കാണിച്ച് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് കാര്യമുണ്ടോ? അത് ശരീരവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം കൊണ്ടാണോ ഞെട്ടിച്ചാടൽ? ആണോ? അല്ല. അപ്പോൾ ആ കുട്ടിക്ക് നല്ല റുഖിയ്യ മൂർത്താവിലേക്ക് നമ്മൾ ചെയ്തു കൊടുക്കണം, മന്ത്രിച്ചു കൊടുക്കണം. ഏതാണ് ആ മന്ത്രം? അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ഗളബിഹി വഇഖാബിഹി വശർരി ഇബാദിഹി വമിൻ ശർരി ഹമദാത്തിശ് ശയാത്വീനി വയഹ്ളുറൂൻ. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ഫഇദാ ഫസിയ അഹദുകും മിനൻ നൗം, നിങ്ങളിൽ ഒരാൾ ഉറക്കത്തിൽ ഞെട്ടിപ്പേടിച്ച് പരിഭ്രമിച്ച് ഉണർന്നു കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ ഇടക്കിടക്കൊക്കെ ഉണ്ടാവുമല്ലോ, ആകങ്ങട്ട് ബേജാറായി എന്തോ സ്വപ്നം കണ്ട് പേടിച്ച് ഞെട്ടി ഉണർന്നു. അപ്പൊ എന്ത് ചെയ്യാ? ഇങ്ങനെ അഭയപ്രാർത്ഥന നടത്തേണ്ടതാണ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ഗളബിഹി വഇഖാബിഹി വശർരി ഇബാദിഹി വമിൻ ശർരി ഹമദാത്തിശ് ശയാത്വീനി വയഹ്ളുറൂൻ. ഈ അഭയപ്രാർത്ഥന നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ
അള്ളാഹു ആ ഷർറിൽ നിന്ന് പൂർണ്ണമായ രക്ഷ നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ചെല്ലാൻ കഴിയാത്ത കുട്ടികളാണ് അങ്ങനെ ഞെട്ടിപ്പേടിച്ച് ഉണർന്ന് കരയുന്നതെങ്കിൽ അവരുടെ മൂർത്താവിലേക്ക് മിനിമം ഒരു 3 തവണയെങ്കിലും ഇത് മന്ത്രിക്കണം. ആ കുട്ടിക്ക് ആ ഷർറിൽ നിന്ന് രക്ഷ കിട്ടാൻ അത് മതിയാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നമ്മൾ അങ്ങനെ എന്തോ ഒരു അസ്വസ്ഥതയുള്ള ഒരു സ്വപ്നം കണ്ടു, ഈ പ്രാർത്ഥന നടത്തി, എന്നാലും റസൂലുള്ള പറയാണ് നല്ലതാണ് ഏത് ഭാഗത്തേക്കാണോ ഇപ്പോൾ നിങ്ങൾ കിടക്കുന്നത് ആ ഭാഗത്ത് നിന്ന് വലത് ഭാഗത്തേക്കാണ് ആ സമയത്ത് നിങ്ങൾ ചെരിഞ്ഞു കിടക്കുന്നതെങ്കിൽ വേഗം എന്ത് ചെയ്യുക, ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞെടുക്കുക. ഇനി ചിലപ്പോൾ ചില സ്വപ്നങ്ങളുണ്ടല്ലോ, അത് ജസ്റ്റ് ഒരു പേടി മാത്രമാവൂല, മനസ്സിൽ വല്ലാതെ അലട്ടുന്ന ചില സ്വപ്നങ്ങൾ ഉണ്ടാവും. ഒരു ഉദാഹരണം പറയാ, കുടുംബസമേതം യാത്ര പോവാൻ, അതിൽ ആക്സിഡന്റ് പറ്റി എല്ലാവർക്കും അപകടം പിണഞ്ഞതായിട്ടാണ്, കയ്യ് വേറെ കാല് വേറെ, വല്ലാത്തൊരു സ്വപ്നം, ആകെ ബേജാറായി ഞെട്ടി ഉണർന്നു. എന്നാൽ ചെയ്യേണ്ടത് മാനസികമായി വലിയ തളർച്ച നിങ്ങൾക്കുണ്ടാക്കുന്ന സ്വപ്നങ്ങളാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് അതിന്റെ ശുറൂറിൽ നിന്ന് കാവൽ ചോദിക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് ഇങ്ങനെയാണ്, നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ഇദാ റആ അഹദുക്കും മാ യക്റഹു, നിങ്ങളിൽ ഒരാൾ വെറുക്കുന്ന ഒരു കാര്യം സ്വപ്നം കണ്ടു, കറാഹത്തൻ ശദീദത്തൻ, അതിശക്തമായ വെറുപ്പ്, അല്ലാതെ നിങ്ങളെ അസ്വസ്ഥരാക്കുന്നു, അങ്ങനെ ജീവിക്കുന്നതിൽ പോലും പിന്നെ അർത്ഥമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, ആ നിലയിലുള്ള സ്വപ്നം നിങ്ങൾ കണ്ടാൽ അയാൾ ഉടനെ അവിടെ നിന്ന് എഴുന്നേൽക്കട്ടെ, വേഗം ഒന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യാ, ഒന്ന് പറയും മനുഷ്യന്മാരെ, നിങ്ങൾ ഉറക്കൊന്ന് പോയിക്കോട്ടെ, ഇതെല്ലാം എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണല്ലോ. ഒന്ന് കൊടുത്തിട്ട് വേഗം എന്ത് ചെയ്യാ, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ആ ഇരുത്തത്തിൽ കിബിലയിൽ നിന്ന് തിരിയാതെ മറിയാതെ അള്ളാഹുവിനോട് ഈ കണ്ട സ്വപ്നത്തിന്റെ സകല ശുറൂറിൽ നിന്നും കാവൽ ചോദിക്കുകയും ചെയ്യണം. അള്ളാഹു നല്ല നല്ല സ്വപ്നങ്ങളെ കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഭീതിപ്പെടുത്തുന്ന സ്വപ്നങ്ങളെ തൊട്ട് നമ്മളെ കാക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്, ഇപ്പോൾ ഒരാള് എന്നും ഉറങ്ങിയ അപ്പ പാമ്പിനെ കാണും, പാമ്പ് ഇങ്ങനെ പിന്നോലെ കൊത്താൻ വരുന്നതാണ് ഇയാൾ കാണുന്ന സ്വപ്നം. അങ്ങനത്തെ ഒരാൾക്ക് സത്യത്തിൽ ഉറക്ക് പോലും ഒരു പേടിയായിരിക്കും, ഉറങ്ങണത് പേടിയായിരിക്കും. ഉറങ്ങിയാ പടച്ചോനെ എനിക്ക് വരാനുള്ള അദാബിതാണല്ലോ, എന്നാൽ ഈ സ്വപ്നം കാണുമ്പോ അതൊരു സ്വപ്നല്ലേ, ഞാനിപ്പോ എന്തിനാ പേടിക്കണത്, അങ്ങനെ തോന്നുവോ? ഒരാള് ഉറങ്ങി സ്വപ്നം കാണുകയാണ്, പാമ്പ് ഇങ്ങനെ പത്തി വിടർത്തി ഇയാളുടെ പിന്നാലെ കൊത്താൻ വരുന്നതാണ് സ്വപ്നം കാണുന്നത്. ഞാൻ എന്തിനാ പേടിക്കുന്നത്, ഇതിപ്പോ ഒരു സ്വപ്നല്ലേ എന്നപ്പ ചിന്തിക്കാൻ കഴിയോ? അപ്പൊ അങ്ങനെ തോന്നുവോ? ഇല്ല. അപ്പൊ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ അതൊരു യാഥാർത്ഥ്യമാണ്. അനുഭവിക്കുമ്പോൾ അതെന്താണ്? യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ഈ ദുനിയാവിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞില്ലേ, അദ്ദുനിയാ കഹ്ലുമിൻ നാഇം, ഈ ദുനിയാവെന്നത് ഉറങ്ങുന്നവന്റെ സ്വപ്നം പോലെയാണ്. എന്താണ് ഈ ഉറങ്ങുന്നവന്റെ സ്വപ്നം പോലെ എന്ന് പറഞ്ഞത്? അനുഭവിക്കുമ്പോൾ അത് ഏറ്റവും വലിയ യാഥാർത്ഥ്യമായിട്ട് തോന്നും. അന്നാസു കുല്ലുഹും നിയാം, ആളുകളൊക്കെ നല്ല ഉറക്കത്തിലാ. ഫഇദാ മാതുന്തബഹു, മരണപ്പെടുമ്പോഴാണ് ശരിക്കും അവർ ഉണരുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ മരണത്തോടുകൂടെ അയാൾക്ക് ബോധ്യപ്പെടും ഈ ദുനിയാവ് എന്ന് പറഞ്ഞത് ശരിക്കും എന്തെന്നായിരുന്നു, ഒരു സ്വപ്നം പോലെ, അത്രേ ഉള്ളൂ. എന്നാൽ അനുഭവിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമായി തോന്നുകയും ചെയ്യും. അല്ലാഹുവേ, ദുനിയാവിൽ വഞ്ചിതരാകുന്നതിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ പടച്ചവനെ. ദുനിയാവ് കൊണ്ട് ആഖിറം നേടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. ഏതായാലും സ്വപ്നത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. അതുകൊണ്ട് യൂസുഫ് നബിയോട് തന്റെ ബാപ്പ പറയുകയാണ്, ഖാലയാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക്,
പൊന്നുമോനെ, നിന്റെ ജ്യേഷ്ഠാനുജന്മാരോട് ഈ സ്വപ്നത്തെ കുറിച്ചു നീ പറയല്ല. അവർ നിനക്കെതിരെ കുതന്ത്രം പണിയും, നിന്നെ ചതിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തും. ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ. കാരണം ശൈത്താൻ മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ആളുകൾക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാകണമെന്നതാണ് പിശാചിന്റെ ഏറ്റവും വലിയ താല്പര്യം. ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഒരാള് നിസ്കരിക്കാതിരിക്കുന്നതിനേക്കാൾ ശൈത്താന് വലിയ താല്പര്യം എന്താ? ആളുകൾക്കിടയിൽ വെറുപ്പ് പ്രൊഡക്റ്റ് ചെയ്യുക, വെറുപ്പ് ഉൽപ്പാദിപ്പിക്കലാണ് പിശാചിന്റെ ഏറ്റവും വലിയ താല്പര്യം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങളിത് കേട്ടോ? ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ പിശാചിന്റെ ഏറ്റവും വലിയ താല്പര്യം ആളുകൾക്കിടയിൽ വെറുപ്പുൽപാദിപ്പിക്കലാണ്. ആ പണിയുമായി നടക്കലാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. റസൂൽ തീർത്തത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. ആ പണിയുമായി നടക്കുന്നവരായി നമ്മൾ മാറരുത്. വെറുപ്പുൽപാദനം, ആളുകൾക്കിടയിൽ വെറുപ്പ്, തെറ്റിദ്ധാരണ, വിദ്വേഷം, ഇത് ഉൽപാദിപ്പിക്കുന്ന പണിയുമായി നടക്കാന്ന് പറഞ്ഞാൽ അവൻ പിശാചിന്റെ സന്തത സഹചാരിയ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങൾ പറ, ഒരാള് നിസ്കാരത്തെ തൊട്ട് തടയലാണോ, നോമ്പിനെ തൊട്ട് തടയലാണോ, സദക്കയെ തൊട്ട് തടയലാണോ, അല്ലെങ്കിൽ അയാള് ഒരാളുമായുള്ള ബന്ധം, സ്നേഹബന്ധത്തിൽ നിന്ന് തടയലാണോ? ഇതിൽ പിശാചിന് ഏറ്റവും താല്പര്യമുള്ള കാര്യത അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹബന്ധം, അതിനിടയിൽ വിള്ളലുണ്ടാക്കലാണ് പിശാചിന്റെ ഏറ്റവും വലിയ താല്പര്യം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇന്നമാ യുരീദു ശൈത്വാൻ അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. പിശാചിന്റെ ഏറ്റവും വലിയ താല്പര്യം നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാവലാണ്, വെറുപ്പുണ്ടാവലാണ്. അത് ഉണ്ടാക്കാൻ നടക്കലാണ് അവന്റെ പണി. റസൂൽ പറയുന്നുണ്ട്, ഇന്നലി ശൈത്വാനി അർശൻ അലൽ മാ. കേൾക്കി ഹദീസ് കേൾക്കി. ശൈത്താന് സമുദ്രത്തിന്റെ മുകളിൽ ഒരു സിംഹാസനുണ്ട്. ശൈത്താന് സമുദ്രത്തിന്റെ മുകളിൽ ഒരു സിംഹാസനുണ്ട്. ഇടക്കിടക്ക് നേതാക്കൾ അനുയായികളെ ആ സിംഹാസനത്തിലേക്ക് വിളിച്ചുകൂട്ടും. എന്തിന്? അവർക്ക് പ്രചോദനം നൽകാൻ വേണ്ടി, ആളുകളെ പിഴപ്പിക്കാനുള്ള ഓരോ നിർദ്ദേശങ്ങളും കൊടുത്ത് അവർക്ക് മോട്ടിവേഷൻ നൽകാൻ വേണ്ടി അനുയായികളെ നേതാക്കൾ ഈ അർശിന്റെ മുകളിലുള്ള, ഈ ബഹറിന്റെ മുകളിലുള്ള സിംഹാസനത്തിലേക്ക് വിളിച്ചുകൂട്ടും. ഓരോ വിഭാഗത്തെങ്ങനെ വിളിച്ചു കൂട്ടിയിട്ട് നേതാക്കൾ അനുയായികളോട് പൊതുവെ ചോദിക്കും. കൂട്ടത്തിൽ ഒരാളോട് ചോദ്യം, എടോ മാദാ ഫഅൽതൽ യൗം, നീ പോയിട്ട് ഇന്നെന്താണ്? മനസ്സിലാവണില്ലേ? എടോ നീ പോയിട്ട് ഇന്ന് എന്ത് ചെയ്തു? ഉടനെ അനുയായികളിൽ നിന്നൊരനുയായിയുടെ മറുപടി, ഞാൻ ഒരാളെ കണ്ടു, അയാൾ നിസ്കരിക്കാൻ താല്പര്യം കാണിക്കുകയായിരുന്നു. കേൾക്കുന്നുണ്ടോ? അപ്പോൾ അവന്റെ നിസ്കാരത്തെ ഞാൻ തടഞ്ഞു. ബാങ്കൊക്കെ കൊടുത്ത് ഞാനൊന്ന് നിസ്കരിക്കട്ടെ എന്നുള്ള നിലക്കാണെന്നിട്ട് എഴുന്നേറ്റു. ഒല എടുക്കാനുള്ള ഒരുക്കും താല്പര്യമൊക്കെ ആയപ്പോ വേഗം എന്ത് ചെയ്തു എന്നറിയോ? സമയമുണ്ടല്ലോ, നിസ്കരിക്കാലോ, ഇപ്പണി കണ്ടു തീർക്കട്ടെ, ആ പണി കണ്ടു തീർക്കട്ടെ, അതാണ്ട് കൊടുക്കാണ്ടല്ലോ, അതാണ്ട് കൊടുക്കട്ടെ എന്ന് ഉള്ള ചിന്താഗതി ഇട്ടു കൊടുത്തു. ചുരുക്കി പറയാ, അതിന്റെ പിന്നാലെ കൂടി ഈ നിസ്കാരം എന്തായി? കള്ളായി. അപ്പൊ നേതാവ് അനുയായിയോട് പറയാണ്, സംഗതിയൊക്കെ നല്ല തന്നെയാണ്, പക്ഷെ ലൈസ ഹാദാ ബിശൈ, ഇതിപ്പോ ഒരു സദസ്സ് പറയാൻ മാത്രമൊന്നും ഇല്ല. അടുത്ത ആളോട് ചോദ്യം, എടോ മാദാ ഫഅൽതൽ യൗം, ഇന്ന് നീ പോയിട്ട് ചെയ്തതെന്താണ്? ആ സമയത്തെ അനുയായിയുടെ മറുപടി, ദഫഅതുഹു അനിസ്സദഖാ, ഞാനേ ഒരാളെ പേപ്പിക്കാൻ ചെന്ന് നോക്കുമ്പോ അയാൾ ഇങ്ങനെ കുറച്ച് യതീം മക്കളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, അവിടേക്ക് എന്തെങ്കിലും കൊടുക്കാമെന്ന താല്പര്യത്തോടെ കുറച്ച് പൈസ ഇങ്ങനെ എടുത്തു വെക്കുകയാണ്. അല്ലെങ്കിൽ ദീനീ വിദ്യാഭ്യാസം നൽകപ്പെടുന്ന ഒരു സ്ഥാപനമാണ്, എന്റെ വക എന്തെങ്കിലും ഒന്നതിലേക്ക് നൽകട്ടെ എന്ന നിയ്യത്തോടുകൂടെ
അയാൾ കൊടുക്കാനൊരുങ്ങാൻ. അല്ലെ, എന്തോ ഒരു നന്മക്ക് ഒരു നന്മക്ക് വേണ്ടി ചെലവഴിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ ഞാൻ അവനോട് അവന്റെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തി ദഫഅതുഹു അനി സ്വതക്ക, ആ സ്വതക്കമെല്ലാം എന്താക്കി, തടഞ്ഞു. കേൾക്കണേ. അപ്പോഴും നേതാവ് അനുയായിയോട് പറയാണ്, സംഗതിയൊക്കെ നന്ന്, പക്ഷെ ലൈസ ഹാദാ ബിശൈ, ഇതിപ്പോ ഒരു സദസ്സ് പറയാൻ മാത്രമൊന്നും ഇല്ല, ഇത് പത്ര വലിയ സംഗതി ഒന്നല്ല. അവസാനം കൂട്ടത്തിൽ ഒരാളോട് ഇങ്ങനെ ചോദിക്കും, എടോ മാതാ ഫഅൽതൽ യൗം, ഇന്ന് പോയിട്ട് നീ എന്താണ് ചെയ്തത്? അതിനുള്ള മറുപടി ഇങ്ങനെയാണ്, ഇന്നി നസൽതു ഫീ ഖറിയ, ഞാനൊരു നാട്ടിൽ ചെന്ന് ഇറങ്ങി, ഒരു മഹലിൽ ചെന്നിറങ്ങി. ചെന്ന് നോക്കുമ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ദീനിന്റെ കാര്യത്തിൽ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഒറ്റക്കെട്ടാൻ, ഒറ്റ പള്ളി, ഒറ്റ മദ്രസ, ദീനീ വിഷയങ്ങളിലൊക്കെ ഏക അഭിപ്രായം, നല്ല ഐക്യത്തിലും ഒരുമയിലും അവരങ്ങനെ പോവാൻ. ഇത് കണ്ടപ്പോൾ വസ്തുയിലേക്കും ഞാൻ എന്ത് ചെയ്തു, അവരിൽ വസ്വാസ് ഉണ്ടാക്കി. അതായത് ആ കൂട്ടത്തിൽ ചില ആളുകളുടെ അടുത്ത് ചെന്ന് മറ്റു ചില ആളുകളെ കുറിച്ച് അവര് പറയാത്ത പലതും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. നേരെ ഇവരെടുത്ത് വന്നിട്ട് അവരെ കുറിച്ചും നിങ്ങളെ കുറിച്ച് അവർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞ് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി. അങ്ങനെ അവർക്കിടയിൽ ഒരു വിദ്വേഷം ഉണ്ടായി. പിന്നെ അതൊരു ആ നാട്ടിലുള്ള ആളുകളെ രണ്ടു തട്ടാക്കി മാറ്റി. പലരും അതിന്റെ പേരിൽ തമ്മിൽ തെറ്റി പിണക്കത്തിലായി. ചുരുക്കി പറയുകയാണെങ്കിൽ അവർ തമ്മിലൊരു സംഘട്ടനത്തിന്റെ വക്കിലെത്തി. നല്ല ഐക്യത്തിലും ഒരുമയിലും നല്ല നീയത്തോടെ മുന്നോട്ട് പോകുന്ന അവിടെ ചെന്ന് ഞാൻ എന്ത് ചെയ്തു, ഭിന്നിപ്പുണ്ടാക്കി. പിന്നെ ചെയ്യുന്നതൊക്കെ വാശിക്ക് വേണ്ടിയായി, പിന്നെ ചെയ്യുന്നതൊക്കെ വൈരാഗ്യത്തിന് വേണ്ടിയായി. അവരൊരു സംഘട്ടനത്തിന്റെ വക്കിലെത്തിയിട്ടുണ്ട്. ഞാൻ ഇട്ട് പോന്നു, പിന്നെന്താ ഉണ്ടായതെന്ന് എനിക്ക് അറിയൂല. അപ്പൊ നേതാവ് അനുയായിയോട് കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്, അന്ത വലതി, നീയാനടാ ആൺകുട്ടി, നീയാനടാ ആൺകുട്ടി. പരമാവധി നിങ്ങൾ ഇങ്ങനെ ഭിന്നിപ്പിന്റെ കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് നേതാവ് അനുയായികൾക്ക് പ്രത്യേക ഉപദേശം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മളുടെ ആഘോഷ ദിവസം നാട്ടിൽ ഒരു ത്വലാഖ് നടക്കുന്ന ദിവസമാണെന്ന് നിങ്ങൾക്കറിയില്ലയോ? അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പരമാവധി ശ്രമിച്ചോളൂ. അവർക്ക് പ്രത്യേക പദവിയുണ്ടെന്നും നേതാവ് അനുയായികൾക്ക് ഉപദേശം നൽകുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാട്ടിൽ ഒരു ത്വലാഖ് നടന്നാൽ അന്ന് ആ ത്വലാഖിന്റെ പിന്നിൽ പ്രവർത്തിച്ച പിശാചുക്കളിൽപ്പെട്ട പിശാചിനെ സഭയിൽ വെച്ച് ആദരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് പിശാചിന്റെ താല്പര്യം ആളുകൾക്കിടയിൽ ഭിന്നിപ്പ്, അനൈക്യം, ഫിത്തിന, ഫസാദ്, കുഴപ്പങ്ങൾ ഉണ്ടാക്കലാണ്. റബ്ബേ നീ കാക്കണേ അല്ലാഹ്. അതുകൊണ്ടാണ് യൂസുഫ് നബിയോട് യാക്കൂബ് നബി പറയുന്നത്, സ്വപ്നം അവരെ അറിയിക്കല്ല, അറിയിച്ചു കഴിഞ്ഞാൽ ഫയകീദു ലക കൈദാ ഇന്നശ്ശൈത്വാന ലിൽഇൻസാനി അദുവ്വും മുബീൻ. അറിയിക്കല്ല, അവര് കുതന്ത്രം പണിയും, അതിന്റെ പിന്നിൽ പിശാചുണ്ടാകും എന്ന് മഹാനായ സയ്യിദുനാ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. പൊന്നുമോനെ, വകദാലിക യജ്തബീക റബ്ബുക വയുഅല്ലിമുക മിൻ തഅവീലിൽ ഹദീസ് വയുതിമ്മ നിഅമതഹു അലൈക വഅലാ ആലി യാക്കൂബ കമാ തമ്മഹ അലാ ബവൈക മിൻ ഖബ്ൽ ഇബ്രാഹീമ വഇസ്ഹാഖ ഇന്ന റബ്ബക അലീമുൻ ഹകീം. അന്നന്നെ ബാപ്പ യാക്കൂബ് നബി യൂസുഫ് നബിയോട് പറയാണ്, നീ എന്താ വിചാരിച്ചത്? അന്ന് യൂസുഫ് നബിക്ക് എത്ര വയസ്സാന്നാ പറഞ്ഞേ? നിങ്ങൾ പറഞ്ഞോ? 12 വയസ്സ്. യൂസുഫ് നബിക്ക് അന്ന് 12 വയസ്സ്. മോനെ, നീ എന്താ വിചാരിച്ചത്? അള്ളാഹു നിന്നെ തെരഞ്ഞെടുത്ത് വലിയ ദർജയിലെത്തിക്കും. വകദാലിക യജ്തബീക റബ്ബുക,
ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം, ഞങ്ങളൊക്കെ നിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത് വരേണ്ടി വരും, നീ വലിയ ദർജയിലെത്തും, അള്ളാഹു നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. മോനെ, സ്വപ്ന വ്യാഖ്യാനം എന്താണെന്ന് കൃത്യമായി അള്ളാഹു നിനക്ക് പഠിപ്പിച്ചു തരികയും ചെയ്യും. ലോകത്ത് ഏത് സ്വപ്നത്തെയും കൃത്യമായി വിശദീകരിക്കാനുള്ള കഴിവും പ്രാപ്തിയും നിനക്കുണ്ടാകും. നിനക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരും. നിനക്ക് എല്ലാ അനുഗ്രഹങ്ങളും നിന്റെ റബ്ബ് പൂർത്തീകരിച്ചു തരും. യാക്കൂബ് എന്ന എന്റെ ബാപ്പ, എന്റെ കുടുംബമുണ്ടല്ലോ, ആ കുടുംബത്തിനും അവസാനം എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരും. കമാ അത്തമ്മഹ അല അബവൈക, നമ്മുടെ 2 പിതാക്കന്മാരുണ്ടല്ലോ, ഇബ്രാഹിം, ഇസ്ഹാഖ്, അവർക്ക് എല്ലാ രക്ഷയും എല്ലാ വിജയവും അള്ളാഹു നൽകിയതുപോലെ മോനെ, നിനക്കും എല്ലാ വിജയവും രക്ഷയും നൽകി അത്യുന്നത ദറജയിൽ അള്ളാഹു നിന്നെ എത്തിക്കുമെന്ന് ബാപ്പ മോനോട് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ രസം എന്താണെന്നറിയോ? ആരും അറിയിക്കണ്ടെന്ന് ബാപ്പ പറഞ്ഞ കാര്യം അപ്പുറത്ത് നിന്ന് ചില സഹോദരന്മാർ കട്ടുകേട്ടു. പിന്നീട് അവർ കുതന്ത്രങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ഈ ബാപ്പയെയും മകനെയും തെറ്റിക്കാൻ വേണ്ടി ഇല്ലാത്ത പല നുണകളും പറഞ്ഞുണ്ടാക്കി. ആരാ പറഞ്ഞുണ്ടാക്കുന്നത്? ഏതോ നാട്ടുകാരല്ല. ഈ ബാപ്പയുടെയും ഈ മകന്റെയും കൂടെ നിന്നിരുന്ന, പ്രത്യക്ഷത്തിൽ അവർക്ക് വേണ്ടി എല്ലാ ഗുണങ്ങളും പറയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഈ സഹോദരന്മാർ യൂസുഫ് നബിയെ കുറിച്ച് ബാപ്പ യാക്കൂബ് നബിയോട് പച്ചനുണകൾ പറഞ്ഞുണ്ടാക്കി. നേരെ തിരിച്ചു. അതുകൊണ്ടൊന്നും ബാപ്പ മകനിൽ നിന്ന് അകലുന്നില്ല എന്ന് കണ്ടപ്പോൾ അവസാനം ഈ മകനെ നശിപ്പിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും അവരാവിഷ്കരിച്ചു. പക്ഷെ അള്ളാഹുവിന്റെ ഖലാ എന്നത് ആ മകനെ അത്യുന്നത ദർജയിൽ എത്തിക്കാനായിരുന്നു. അത് അള്ളാഹു എത്തിക്കുന്ന സംഭവങ്ങളാണ് ഇനിയുള്ള ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നത്. ഇൻഷാ അള്ളാഹ് വരുന്ന ക്ലാസ്സുകളിൽ നമുക്കത് ചർച്ച ചെയ്യാം. അള്ളാഹുവിന്റെ കലാമിന്റെ പേരിൽ ഒരുമിച്ചുകൂടി നാം ഈ പറയുന്നതൊക്കെ ആഖിറത്തിലേക്ക് അള്ളാഹു ഒരു മുതൽ കൂട്ടാക്കി തരട്ടെ.